വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 29-ാം ദിവസത്തിൽ ഈശോയെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ അറിയുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. യേശു ഏകരക്ഷകൻ എന്നുള്ള വിഷയത്തെ നമ്മൾ വിചിന്തന വിഷയമാക്കുകയാണ്. യേശു ഏകരക്ഷകൻ. ഇതേറെ ഗൗരവമുള്ള കാര്യമാണ് ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത്. പല വ്യക്തികളെയും കണ്ടുമുട്ടുമ്പോൾ അവരുടെ സംസാരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സംഗതി, ഈശോ ദൈവമാണെന്ന് പറയുന്നതിനെതിര് പറയുന്നില്ലെങ്കിൽ പോലും മറ്റ് വിശ്വാസങ്ങളെയും അനവധി ദൈവങ്ങളുടെ ഇടയിൽ ഒരു ദൈവം എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ പല പേരുകളുടെ ഇടയിൽ ഒരു പേരെന്നുള്ള രീതിയിലുമൊക്കെ മയപ്പെടുത്തി ചിന്തിക്കുന്നത് ഒരു രീതിയായി മാറിയിട്ടുണ്ട്. മറ്റ് മതസ്ഥരുമായിട്ടുള്ള വിവാഹമോ പ്രണയബന്ധമോ ഒക്കെ ന്യായീകരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വിശ്വാസക്കുറവിൻ്റെ ചരട് കിടപ്പുണ്ട്. അതിനകത്തൂടെയാണ് ഇത് സംഭവിക്കുക. നമ്മളുടെ ദൈവത്തെ തള്ളിപ്പറയുന്നതിൻ്റെ, നമ്മുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ അത്ര ഗൗരവമായി എടുക്കാത്തതിൻ്റെ ചില അടയാളങ്ങളാണ്. ഞാൻ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുന്നതിനോ കുത്തി മുറിവേൽപ്പിക്കുന്നതിനോ അല്ല, ഇതൊരു തുടർക്കഥയായി തീരാതിരിക്കേണ്ടതിനാണ് പറയുക. കാരണം ദൈവം ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല, തള്ളിക്കളയുകയില്ല. അവിടുത്തെ തള്ളി പറഞ്ഞാൽ പോലും എല്ലാവർക്കും രക്ഷയുണ്ട്. എന്നാൽ യേശുവിലൂടെ മാത്രമാണ് ഏകരക്ഷ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏകരക്ഷാമാർഗം നമ്മുടെ ഈശോയാണ്. സഭയുടെ തുടക്കത്തിൽ തന്നെ പീഡിത സഭയാണ്. ശരിക്കും പറഞ്ഞാൽ എഫേസോസിലേക്ക് പരിശുദ്ധ അമ്മയെ യോഹന്നൻ കൊണ്ടുവന്ന് താമസിപ്പിച്ച എഫേസോസിലെ വീട് ഒരു വലിയ മലഞ്ചെരുവിലാണ്. വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ എമറിച്ചനാണ് പ്രത്യേകമായി അത് സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുക. എന്നാൽ അവിടുത്തെ പാരമ്പര്യത്തിൽ അത് അമ്മയുടെ വീടായി തന്നെ അത് സൂക്ഷിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അത് തുർക്കിയിലാണ്. അവിടെ മിലിറ്ററിയുടെ ഒരു പ്രൊട്ടക്ഷനിലാണ് ആ വീടുള്ളത്. നമ്മൾ ആ മല കയറി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അത് ഏറെ ജനവാസയോഗ്യമല്ലായിരുന്ന ഒരു മലഞ്ചെരുവാണ്. അമ്മയെ രഹസ്യമായി യോഹന്നൻ കൊണ്ടുവന്ന് താമസിപ്പിച്ച വീടാണ്. അമ്മ സ്വർഗാരോപിതയായത് അവിടെയാണ് എന്നുള്ളതാണ് പാരമ്പര്യം. കാരണം ജെറുസലേമിൽ വലിയ പീഡനത്തിൻ്റെ കാലമായി മാറി. ക്രിസ്ത്യാനി എന്നാൽ മരിക്കുക എന്നുകൂടിയായിരുന്നു അർത്ഥം. ഈശോയിൽ വിശ്വസിക്കുക എന്നാൽ മരിക്കുക എന്നുകൂടിയായിരുന്നു അർത്ഥം. രക്തസാക്ഷികളുടെ ചുടുനിണം വീണ മണ്ണിൽ സഭാതരു തഴച്ചു വളർന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇത് സത്യത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന പല കാര്യങ്ങളും അന്നത്തെ തലമുറ കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ അവരൊക്കെ ജീവനോടെ കണ്ടേനെ. പ്ലസ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിശ്വാസം നമ്മൾ അനുഭവിക്കത്തുമില്ലായിരുന്നു. ശിഷ്യന്മാരിൽ യോഹന്നാൻ ഒഴികെ നറുക്കിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസ് അടക്കം എല്ലാവരും ധീര രക്തസാക്ഷികളാണ്. കാരണം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് ഈശോയെ തള്ളിപ്പറഞ്ഞില്ല എങ്കിൽ അവൻ ഏകരക്ഷകൻ എന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന, അവനിലൂടെ മാത്രം രക്ഷ എന്ന് നിങ്ങൾ പറയുന്ന, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മേലെ
മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവും രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉറപ്പിച്ചു പറയുന്ന നിങ്ങളുടെ പ്രഖ്യാപനം മാറ്റുന്നില്ല എങ്കിൽ നിങ്ങളെ മരണത്തിലേക്ക് നിശ്ചയമായും ഞങ്ങൾ തള്ളിയിടുമെന്ന് ഈ ലോകത്തിൻ്റെ അധികാരികൾ പറഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടില്ല. മാത്രവുമല്ല, ലോകത്തിൻ്റെ അധികാരികൾ ഒരുപക്ഷെ ഇവരെ മരണത്തിന് വിധിക്കുവാൻ അധികാരമുള്ള അധികാരിയുടെ മുമ്പിൽ പോയി അവർ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നു, പത്രോസിൻ്റെ ആ പ്രസംഗത്തിന് ശേഷം ഇവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവര് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുക്രിസ്തു സത്യമായി ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ നാമത്തിലാണ് ഞങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, കാസിയൂസ് എന്ന ലൊങ്കിനോസ് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയിൽപ്പെട്ട ഒരാളാ. പൊട്ടക്കണ്ണനായിരുന്ന ആ മനുഷ്യൻ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക്, മാറുവിലേക്ക് കുന്തമുന ആഴ്ന്നിറക്കി അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകിയപ്പോൾ അത് പൊട്ടക്കണ്ണിൽ വീണ് സൗഖ്യം പ്രാപിച്ചവനാ. റോമാ പടയാളിയായിരുന്നു. ഇദ്ദേഹം തന്നെയാണ് ഈശോയുടെ ശവകുടീരത്തിന് കാവലും നിൽക്കുക. ഈശോ ഉയർത്തെഴുന്നേറ്റ് കണ്ടു. എല്ലാം കൂടി മനുഷ്യന് സഹിക്കാനായില്ല. യേശു ഏക രക്ഷകനാണെന്ന് ജീവിതം കൊണ്ട് ഏറ്റു പറഞ്ഞു. ഈ കക്ഷി പുറഞ്ചട്ടയും കുപ്പായും എല്ലാം എടുത്തുകൊണ്ടിട്ട് കത്തിച്ചിട്ട് തെരുവോരങ്ങളിലൂടെ റോമായിലൂടെ എല്ലാം വചനം പറഞ്ഞുകൊണ്ട് നടന്നു. യേശു ക്രിസ്തു ഏക രക്ഷകനാണ്. ആദ്യകാല സഭയിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരം രക്തസാക്ഷിത്വത്തിനായിട്ട് തള്ളപ്പെടുകയാണ്. പിന്നീട് കണ്ണ് കാണാതായ കുഞ്ഞുള്ള ഒരു സ്ത്രീ ഈ നിയോഗം വെച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൃതശരീരം, അദ്ദേഹത്തിൻ്റെ ശിരസ് ഏതോ ഒരു കൂനയ്ക്കകത്ത് കിടപ്പുണ്ട് എന്നും അത് എടുത്ത് വൃത്തിയാക്കി അത് സൂക്ഷിക്കണമെന്നും അത് മറവ് ചെയ്യണമെന്നും ഒക്കെ ദർശനം കിട്ടുകയും ഈ കുഞ്ഞിന് സൗഖ്യം ലഭിക്കുകയും ചെയ്യാം. കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് സൗഖ്യം കിട്ടാനൊരു മാധ്യസ്ഥനാണ് കാസിയൂസ് എന്ന ലൊങ്കിനോസ്. ഈശോയ്ക്ക് വേണ്ടി മരിച്ചു ആ റോമൻ പടയാളി. അങ്ങനെ ഓരോരുത്തരും, നമ്മൾ 14 കഥ കേട്ടു. ശിഷ്യന്മാർ സകലരും ജീവിതം അങ്ങ് വിട്ടുകൊടുത്തു. സ്വന്തം ജീവൻ നേടുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു, നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടുന്നു. പലരും പറയുന്ന ഒരു സംസാരമാണ്, കൂടുതൽ അങ്ങോട്ട് നിന്നാൽ പണി കിട്ടുമെന്ന്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പലരുടെയും അഭിപ്രായമാണ്, നമ്മൾ കൂടിയ ഒരു വിശ്വാസത്തിന് ഈശോയോടൊപ്പം നിന്നാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഞാൻ മറുപടിയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നമ്മൾ പിശാചിന് ഇടം കൊടുക്കുന്നു, ഈശോയിൽ വിശ്വസിക്കുന്നു എങ്കിലും നമ്മൾ പിശാചുമായൊരു പോരാട്ടത്തിന് പോകുന്നില്ല. നമ്മുടെ ആത്മാവിൻ്റെ മേൽ അവനൊരു അധികാരം കൊടുക്കുന്നു, നമ്മൾ പിശാചുമായൊരു പൊത്തുവരുത്തത്തിൽ പോകുന്നു. സത്യത്തിൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുന്നതാണോ യഥാർത്ഥ പണി, അതോ അവനുമായി നമ്മൾ ഈശോയുടെ പക്ഷം ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് അവനുമായി ദൈവനാമത്തിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രതിനിധികളായി നിന്ന് പോരാടുന്നതാണോ? ഇതിൽ ഏതിലാണ് ശരിക്കും നമുക്ക് പണി കിട്ടുക? അതായത് നമുക്ക് ഭൗതികമായ കാര്യങ്ങളുടെ മേലല്ല ഇവൻ കൈവെക്കാൻ ഇവന് സ്വർഗം ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ ഇവിടുത്തെ കാര്യങ്ങളിൽ മാത്രമാണെങ്കിൽ ചിലപ്പോൾ അവൻ നമ്മളെ മാന്തിന്ന് വരും, തോണ്ടിന്ന് വരും. ഭയങ്കര പേടിയാ. കാരണം എൻ്റെ ശരീരത്തിൻ്റെ സുഖം, എൻ്റെ സ്വത്തുവകകൾ, കാര്യങ്ങൾ. കാരണം എവുപ്രാസ്യാമ്മയെ പിശാച് പീഡിപ്പിച്ച ദിവസം അന്ന് എവുപ്രാസ്യാമ്മേനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കിണറ്റിൽ കൊണ്ടുപോയി പിശാചിട്ട് കൊല്ലാൻ വേണ്ടി നോക്കിയ ദിവസം അമ്മ വന്ന് താങ്ങി തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ നാളെ പ്രഭാതത്തിൽ ഇവിടെ സിസ്റ്റേഴ്സിൻ്റെ കണ്ണീര് വീഴും. നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഒരു പശുക്കുട്ടി മരിച്ചു വീഴും. കാരണം പിശാചിന് ഒരു 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 എന്തെങ്കിലും അവനെ ഒപ്പിച്ചിട്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം അത് സംഭവിക്കുക. അതിൻ്റെ ചിത്രങ്ങളും ആ കിണറൊക്കെ അവിടെ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. ആ കിണറിൻ്റെ അരികിൽ എനിക്ക് തോന്നുന്നു അതൊക്കെ എഴുതി വിവരിച്ച് വെച്ചിട്ടുണ്ട് ഒല്ലൂരു മഠത്തിൽ. അപ്പോൾ നമ്മൾക്ക് ഭൗതികമായ നമ്മുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തട്ടുകേട് കിട്ടുമെന്നും പറഞ്ഞ് നമ്മൾ പിശാചുമായി ഒരു പൊരുത്തത്തിൽ പോകാമെന്ന് ചിന്തിക്കുന്ന അനേകം വിശ്വാസികളുണ്ട്. സത്യത്തിൽ നമുക്ക് ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് പ്രയോജനമാണുള്ളത്? ആദിമസഭ എന്ന് പറഞ്ഞാൽ
വിശ്വാസികളുടെ സഭയായിരുന്നു. യേശുക്രിസ്തു ഏക രക്ഷകനെന്ന് അപ്പസ്തോല പ്രവർത്തനം 4:11-12 മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴേ മനുഷ്യർക്കിടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന മതമർദ്ദകരുടെ ഇടയിൽ ഈ കാര്യം വിളംബരം ചെയ്തിരുന്ന സമൂഹത്തിൻ്റെ പേരാണ് ക്രിസ്ത്യാനികൾ. നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ നമുക്ക് ഈശോയുടെ നാമം പറയാൻ പേടിയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, നമ്മൾ റെഡിയാ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇനി ആ കർത്താവിൻ രൂപം വെക്കണ്ട, എന്നാൽ ആയിക്കോട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളാവും. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോ ഏക രക്ഷകനാണെന്നുള്ള തരത്തിലൊന്നും വരും. നമ്മളെല്ലാം സെക്കുലറൈസ് ചെയ്ത് നമ്മൾ ഈ ലോകവുമായിട്ട് ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകാം. സമർപ്പിതരാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാണിക്കണ്ട. നമുക്ക് കുറച്ച് സെക്കുലറൈസ്ഡ് ആയിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് പോകാം. ഇത് നമ്മളെ വല്ലാതെ നശിപ്പിച്ച് കളയും. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ആദിമസഭയിലെ ഒരു വിശ്വാസത്തിലേക്ക്, നമ്മുടെ ഈ ഒരു മരിയം പ്രതിഷ്ഠയുടെ ഉദ്ദേശം തന്നെ നമുക്ക് ആദിമസഭയിലുണ്ടായിരുന്ന ആ ഒരു വിശ്വാസ തീഷ്ണത, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ളൊരു ജീവിതം, അതായത് എനിക്ക് രക്ഷ നേടിത്തരുന്നവനുമായി എനിക്ക് ഒരു വലിയ ബന്ധമുണ്ട്, എൻ്റെ ജീവൻ പോലും അവന് വേണ്ടി ഞാൻ നഷ്ടപ്പെടുത്താൻ തയ്യാറാണ് എന്നുള്ളൊരു നിലപാടിലേക്ക് നമ്മൾ വരണം. ആദിമസഭയിൽ സത്യത്തിൽ തിരുസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യം അടയാളപ്പെടുത്തപ്പെട്ട ഒരു രക്തസാക്ഷിത്വ ചരിത്രമെന്ന് പറയുക വിശുദ്ധ പോളികാർപ്പിൻ്റെതാണ്. അദ്ദേഹം യോഹന്നാൻ്റെ ശിഷ്യനാണ്. അപ്പസ്തോലിക് ഫാദേഴ്സ്, യോഹന്നാൻ്റെ ശിഷ്യനായ പോളികാർപ്പ് ആ മരിച്ച രംഗങ്ങളൊക്കെ ഇസബിയൂസ് എന്ന ചരിത്രകാരൻ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലഭ്യമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് ചെയ്തത്, അവരുടെ ഹൃദയവിചാരം എന്തായിരുന്നു. ഈ യോഹന്നാൻ്റെ ശിഷ്യനായ പോളികാർപ്പിൻ്റെ ശിഷ്യനാണ് ഇരേണിയൂസ്. നമ്മുടെ ഫ്രാൻസിസ് പാപ്പാപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ഡോക്ടർ ഓഫ് യൂണിറ്റി എന്നുള്ള പദവിയിലേക്ക് ഉയർത്തി. കാരണം സഭയിൽ വലിയ ഭിന്നിപ്പുണ്ടായ സമയത്ത് വിശുദ്ധ ഇരേണിയൂസ് ആണ് അവിടെ വലിയ ഐക്യം സൃഷ്ടിച്ചത്. അങ്ങനെ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പറയുന്നുണ്ടല്ലോ, അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും. ആ സഭാപിതാക്കന്മാര്, അപ്പസ്തോലിക പിതാക്കന്മാര്, രക്തസാക്ഷികള്, വന്ദകര്, നമ്മൾ എല്ലാ പരിശുദ്ധ കുർബാനയിൽ ഓർക്കുന്നതിൻ്റെ കാരണം നമ്മൾ അർപ്പിക്കുന്ന ഈ പരിശുദ്ധ കുർബാന നമ്മുടെ കരങ്ങളിലേക്ക് വന്നത്, വിശ്വാസമായ നമ്മൾ സ്വീകരിച്ചത് അവരൊക്കെ കുർബാന ആയതുകൊണ്ടതാണ്. അവർ ആദിമസഭയിലെ പല രക്തസാക്ഷികളാകാൻ പോകുന്നതിന് മുമ്പ് ജനത്തോട് പറഞ്ഞത് ഞങ്ങൾ കുർബാനയാകാൻ പോവുകയാണെന്നാണ്. ഈ വിശുദ്ധ പോളികാർപ്പൊക്കെ പ്രിയപ്പെട്ടവർ എങ്ങനെയാ പോയത് നമ്മൾ മനസ്സിലാക്കണം. അതായത് മക്കബായരുടെ പുസ്തകത്തിൽ 2 മക്കബായർ 6:24 നമ്മൾ കാണുന്നുണ്ടല്ലോ, ഏലിയാസറിന്റെ രക്തസാക്ഷിത്വം അതേപോലെ തന്നെയാ. അതേ ഡയലോഗുകളാണ് ശരിക്കും പോളികാർപ്പ് പറയുക. എലിയാസറിനെ ഇങ്ങനെ വാതുറന്ന് പന്നിമാംസം തീറ്റിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞു, പന്നിമാംസമാണ് എന്ന് മറ്റുള്ളവർക്ക് അവർ വിചാരിച്ചോട്ടെ, യഥാർത്ഥത്തിൽ പന്നിമാംസം അല്ലാത്ത തരായു, വയസ്സാം കാലത്ത് നിങ്ങൾ ചാകാൻ നിൽക്കണ്ട. അതായത് ഉന്നത സ്ഥാനീയനായ ഒരു നിയമജ്ഞനാണ് ഈ പറയുന്ന എലിയാസർ. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ഇങ്ങനെയാണ്. അവനെ പീഡിപ്പിക്കാൻ വന്നവരോട് പറഞ്ഞു, നമ്മുടെ ഈ പ്രായത്തിന് അഭിനയം ചേർന്നതല്ല. എലിയാസർ 90-ാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും. ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യത്തെ പങ്കിലമാക്കുകയും അപമാനിതമാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, 86 വർഷമാണ് വിശുദ്ധ പോളികാർപ്പ് ജീവിച്ചത്. വയോധികനായ പിതാവായിരുന്നു. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടു പോകുവാൻ കർത്താവായ സീസർ എന്ന് ഒരു ധൂപം അർപ്പിച്ച് പറഞ്ഞാൽ വെറുതെ വിടാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വരുന്നതിന് മുൻപ് സത്യത്തിൽ അദ്ദേഹം എടുത്തൊരു പ്രാർത്ഥനയും ഒരു സമയമൊക്കെ ഉണ്ട്. അദ്ദേഹം നിന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നെ വിശ്വാസത്തിൽ ഭരമേൽപ്പിച്ച എല്ലാവരെയും കർത്താവെ, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, ഞാൻ ചെയ്ത ആത്മീയ ശുശ്രൂഷയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അങ്ങ് നികത്തണമേ എന്നും പറഞ്ഞ് ഈ വയോധികനായ പോളികാർപ്പ് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം വന്നവർക്കൊക്കെ ആതിഥ്യത്തോടുകൂടി അവരെ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തു. ഇവർ ബന്ധിച്ചു കൊണ്ടുപോകാൻ പോകുന്നവരാ. കൊണ്ടുപോകുന്ന വഴിക്ക് ഇവർ ചോദിക്കുകയാണ് ഈ വിശുദ്ധ പോളികാർപ്പിനോട്, ഈ വാർദ്ധക്യത്തിൻ്റെ സമയത്ത് വെറുതെ ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടാം, നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ പോളികാർപ്പ് പറഞ്ഞതും ഈ എലിയാസർ പറഞ്ഞതും തമ്മിൽ എന്തോ ഒരു വലിയ സാമ്യതയാണ്. 86 വർഷം
ഞാൻ അവനെ സേവിച്ചു. അവൻ എനിക്ക് യാതൊരു തരത്തിലുള്ള ദ്രോഹവും ചെയ്തില്ല. എന്നെ രക്ഷിച്ച രാജാവിനെ ഞാൻ എങ്ങനെ ശപിക്കും? നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ സീസറിൻ്റെ ഭാഗ്യത്തെ പ്രതി സത്യം ചെയ്യുമെന്ന് നിങ്ങൾ വെറുതെ കരുതുകയും ഞാൻ ആരെന്ന് നിങ്ങൾ അറിയുകയും ചെയ്തിട്ട് അറിയത്തില്ല എന്ന് നടിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ യേശുക്രിസ്തു ഏക രക്ഷകനാണെന്നുള്ള കാര്യത്തിൽ സഭ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളിൽ നമ്മൾ ചില നിയമങ്ങളായിരിക്കാം, ചില നടപാടുകളായിരിക്കാം. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. ഒരുപക്ഷെ ഞായറാഴ്ച നമ്മൾ ജോലിക്ക് പോയില്ലെങ്കിൽ നമ്മളെ പിരിച്ചു വിട്ടേക്കാം. ഒരുപക്ഷെ നമ്മൾ മറ്റേതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ നമ്മളെ സമൂഹത്തിൽ സ്വീകരിക്കപ്പെടാതിരുന്നേക്കാം. എന്നാൽ ഒരു ക്രിസ്ത്യാനിയാണ് എന്നുള്ള കാരണത്താൽ തമ്പുരാൻ പറഞ്ഞതെല്ലാം നമ്മൾ പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു നേട്ടമായി മാറും. ഈ ലോക ജീവിതത്തിൽ പ്രത്യാശ വെച്ച് ഇവിടെ നമ്മൾ ജീവിതം ഒരു നേട്ടമായി കരുതിയാൽ അവിടെ അത് നമുക്കൊരു നഷ്ടമായി തീരും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പോളികാർപ്പിൻ്റെ അവസാന നിമിഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഏറെ ശ്രദ്ധേയമാണ്. എന്തോ ഒരു വീരോചിതമായൊരു പോക്കാ. വിശുദ്ധ പോളികാർപ്പിനെ ശരിക്കും പറഞ്ഞാൽ തീയിൽ ദഹിപ്പിക്കാനായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെ ഈ ക്രൂരമായ മർദ്ദകരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർ ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു കുരിശാകൃതിയിലുള്ള മരത്തിൽ ഇങ്ങനെ ബന്ധിപ്പിച്ച് കെട്ടി ഈ തീക്കകത്തേക്ക് വെക്കാൻ വേണ്ടി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ധൈര്യപൂർവ്വം ഞാൻ നടന്നു പൊക്കോളാം, എന്നെ ആരും അങ്ങനെ അവിടെ കെട്ടിയിടേണ്ട കാര്യമില്ല. അദ്ദേഹം ഈ തീക്കകത്തേക്ക് നടന്നു കയറുകയാണ്. ഈ തീയുടെ അകത്ത് നിന്നിട്ട് ഇദ്ദേഹത്തിൽ ഈ തീ കത്തുന്നില്ല. വിശുദ്ധ പോളികാർപ്പിൻ്റെ പള്ളിയൊക്കെ ഇപ്പോഴും തകർക്കപ്പെടാതെ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ച സ്മിർണയിലെ ആ സ്ഥലമൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്. ആ പള്ളിയൊക്കെ ഉണ്ട്. അവിടെ മനോഹരമായിട്ട് അത് ആലേഖനം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഈ തീക്കകത്ത് നിൽക്കുന്ന മനുഷ്യൻ തീയേക്കാതെ വരുമ്പോൾ പടയാളികൾ ഒരാൾ വാളുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുത്തിയാണ് കൊലപ്പെടുത്തുക. അതിനുശേഷം അവർക്ക് വളരെ നിശ്ചയമുണ്ടായിരുന്നു പോളികാർപ്പിൻ്റെ മൃതദേഹം വലിയ ആദരവോടുകൂടി ജനം ഏറ്റുവാങ്ങുമെന്ന്. അതുകൊണ്ട് അത് കിട്ടാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ദഹിപ്പിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഏതാനും ചില അസ്ഥികൾ മാത്രമാണ് അവശേഷിച്ചത്. അത് പിന്നീട് തിരുശേഷിപ്പുകളായി മാറുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇത് ഒരാളുടെ ചരിത്രമല്ല. ഇങ്ങനെ സഭാചരിത്രം നമ്മൾ വായിക്കുകയാണ്. വിശുദ്ധ ജസ്റ്റിൻ രക്തസാക്ഷിയാകാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ, അതായത് സഭ എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് ചർച്ചായിരുന്നു. നമ്മൾ ഈ പള്ളിയിലൊക്കെ കാണുന്ന മീനിൻ്റെ ചിത്രം ഉണ്ടല്ലോ, എന്തൊരു വലിയ പാടുപീടയിലൂടെയാണ് ആദിമസഭ ഒരു ബലിയർപ്പിച്ചത്. ബലിയർപ്പിക്കാൻ പോകുന്ന ക്രിസ്ത്യാനികൾക്ക് രഹസ്യ അടയാളമായിരുന്നു ആദിമസഭയിലെ ക്രിസ്ത്യാനികളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മീനിൻ്റെ ചിത്രം. നമ്മുടെ പള്ളികളിലെ ജനലുകളിലൊക്കെ ഒരുപക്ഷെ അങ്ങനത്തെ പടം വരച്ചു വെച്ചിട്ടുണ്ടാവും. ഇതെന്തിനാ മീനും തമ്മിലുള്ള ബന്ധം എന്ന് വിചാരിക്കും. ആദിമസഭയിൽ ഈ മീനിൻ്റെ അടയാളം നോക്കിയാണ് എവിടെയാണ് ബലിയർപ്പണം നടക്കുന്നതെന്ന്. രഹസ്യമായ ബലിയർപ്പണങ്ങളായിരിക്കും. അപ്പം അങ്ങനെയാണ് പോവുക. ഇത് പലയിടത്തും കണ്ടെടുത്തുന്നു. അങ്ങനെ ഇവർ ക്രിസ്ത്യാനികളാണോ എന്ന് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ എല്ലാവർക്കും അറിയത്തില്ല. അറിഞ്ഞാൽ പിറ്റേ ദിവസം കൊല്ലും. അങ്ങനെ വിശുദ്ധ ജസ്റ്റിൻ്റെ രക്തസാക്ഷിത്വം നടക്കുമ്പോൾ ഇതാ കുറേ ടീമുകൾ ഈ രക്തസാക്ഷിത്വം നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ വിശ്വാസത്താൽ ജ്വലിച്ചു നിൽക്കുന്നത് പോലെ ഈ കൊലയാളികൾക്ക് തോന്നുക. അപ്പോൾ അവർ ഓരോരുത്തരോടായിട്ട് ചോദിക്കുക, കരീത്തോൺ, നീ ക്രിസ്ത്യാനിയാണോ? കരീത്തോൻ്റെ മറുപടി, ദൈവകൽപ്പനയാൽ ഞാൻ ക്രിസ്ത്യാനിയാണ്. എവു എൽപിസ്തൂസ്, നീ ക്രിസ്ത്യാനിയാണോ? എവു എൽപിസ്തൂസ് മറുപടി പറയുകയാണ്, ഞാനും ക്രിസ്ത്യാനിയാണ്. ഹിരേയാക്സ്, നീ ക്രിസ്ത്യാനിയാണോ? അതെ, ഞാനും ക്രിസ്ത്യാനിയാണ്. ലിബേരിയൻ, നീ ക്രിസ്ത്യാനിയാണോ? ഞാനും ക്രിസ്ത്യാനിയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും, ഓരോ കുടുംബത്തെയും തന്നെ ഇങ്ങനെ നശിപ്പിച്ചു കളയുകയാണ്. അവരെ ഭയങ്കരമായ പീഡനങ്ങളിലേക്ക് ഒടുക്കുകയാണ്. ഈ സമയത്താണ് യഥാർത്ഥമായ വിശ്വാസം ജ്വലിച്ചത്. കാരണം നമ്മുടെ തമ്പുരാന് വേണ്ടി മരിക്കുന്നത് കാണുമ്പോൾ ഈ പീഡിപ്പിക്കുന്നവരുടെ പോലും ചങ്കിളകി. അതിനകത്ത് പോലും ആൾക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞു. കാരണം യേശുക്രിസ്തു ഏക രക്ഷകൻ എന്നുള്ളൊരു ബോധ്യം നമുക്കൊരു അനുഭവമായിട്ട് മാറണം. ഞാൻ പലപ്പോഴും കുട്ടികളോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, യുവജനങ്ങളോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, ഈശോയിൽ നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? പലരും പറയും, അതെ, ഞങ്ങൾ അഭിമാനത്തോടെ പറയും, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട്. ഈശോ ഏക രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ?
അപ്പോൾ ഒരു ചെറിയ സംശയമായി, ഈശോ ശരിക്കുമുണ്ടോ? സംശയമായി. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാ ക്രിസ്ത്യാനിയായിട്ടിരിക്കുന്നത്? പപ്പായും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ട്, തോമാസ് ലീഹ വന്നതുകൊണ്ട്, പാരമ്പര്യമുള്ളത് കൊണ്ട്. പാരമ്പര്യ ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അബ്രഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഇസ്രായേലിൻ്റെയും ആദിമസഭയുടെയും സഭയിലെ ഓരോ വിശുദ്ധരുടെയും വ്യക്തിപരമായ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഇടവകപ്പള്ളിയുടെ ദൈവമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ദൈവമാണ്. നമുക്കൊരനുഭവമായി നമ്മുടെ ദൈവം മാറുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ഒരു കഥയുമില്ല. നമ്മളിങ്ങനെ മുന്നേ പോകുന്നവരുടെ പുറകെ കഥ അറിയാതെ നമ്മളിങ്ങനെ പോവുകയാണ്. നമ്മുടെ ഹൃദയം ഒരുക്കണം, ആത്മപരിശോധന ചെയ്യണം. എൻ്റെ ഈശോയെ എനിക്ക് അനുഭവിക്കണം. അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ നടത്തുന്ന ഈ സമർപ്പണം എനിക്കൊരു ദൈവാനുഭവമായി മാറണം. യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ് എന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകണം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധനായ ദൈവം പരിശുദ്ധമായ ഇടങ്ങളുമായി സഹവസിക്കും. നമ്മുടെ കുമ്പസാരം പൂർണ്ണമായിട്ടില്ല എങ്കിൽ നമ്മൾ വീണ്ടും അനുദപിച്ച് കുമ്പസാരിക്കണം. ഏതാനും ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കി നിൽക്കുന്നുള്ളൂ. വിശ്വാസത്തിൻ്റെ മേഖല എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുദപിച്ച് പ്രാർത്ഥിക്കാം. യഥാർത്ഥ മരിയഭക്തി 85-ാമത്തെ കണ്ണികയിൽ വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു, ആകയാൽ നമുക്കും വിശുദ്ധ ബെർണാദിനോടുകൂടെ പറയാം, നമ്മുടെ മധ്യസ്ഥന്റെ പക്കൽ നമുക്ക് വേറൊരു മധ്യസ്ഥൻ ആവശ്യമാണെന്ന്. ഈ ദൗത്യത്തിന് അർഹയായി മറിയം മാത്രമേ ഉള്ളൂ. അവൾ വഴിയാണ് ക്രിസ്തു നമ്മുടെ പക്കൽ വന്നത്. അവൾ വഴി തന്നെ വേണം നാം അവിടുത്തെ സമീപിക്കാനും. ദൈവമായ ക്രിസ്തുവിനെ നേരിട്ട് സമീപിക്കാൻ നാം ഭയപ്പെടുന്നെങ്കിൽ അവിടുത്തെ അനന്തമഹത്വമോ നമ്മുടെ ഹീനാവസ്ഥയോ പാപമോ എന്തുമായിക്കൊള്ളട്ടെ നമ്മെ തടസ്സപ്പെടുത്തുന്നത്. നമ്മുടെ മാതാവായ മറിയത്തെ സമീപിച്ച് അവളുടെ മാധ്യസ്ഥവും സഹായവും നമുക്ക് അപേക്ഷിക്കാം. അവൾ നല്ലവളാണ്, കരുണാർത്ഥിയാണ്. കാർക്കശ്യമോ വിലക്കുകളോ അനന്തമായ ഔന്നത്യമോ പ്രതാപമോ അവളിലില്ല. നമ്മുടേതുപോലുള്ള മനുഷ്യപ്രകൃതിയാണ് അവളിൽ നാം കാണുന്നത്. നമുക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടും അവളുടെ പക്കൽ അണയാം. ബലഹീനരായ നമ്മെ തൻ്റെ ഉജ്ജ്വലമായ പ്രകാശത്താൽ അന്തരാക്കുന്ന സൂര്യനല്ല അവൾ. ചന്ദ്രനെ പോലെ മഞ്ജുളവും മൃദുലവുമാണവൾ. മധ്യാഹ്ന സൂര്യൻ്റെ ഉഗ്രപ്രകാശം സ്വീകരിച്ച് അതിനെ നമ്മുടെ പരിമിതമായ ശക്തിക്ക് അനുരൂപമാക്കി നൽകുക, അതാണ് മറിയം ചെയ്യുന്നത്. തന്നിൽ ആശ്രയിക്കുന്ന ആരെയും, അവർ മഹാപാപികൾ തന്നെ ആയിരുന്നാലും, സ്നേഹനിർഭരമായ ആ മാതാവ് തിരസ്കരിക്കുകയില്ല. മറിയത്തിന്റെ സ്തോത്രഗീതം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട്
അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. വിശുദ്ധ ലൂയിദി മോൺഫോർട്ടിന്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന. മറിയമേ, നിത്യപിതാവിൻ്റെ പ്രിയപുത്രി സ്വസ്തി. പുത്രൻ തമ്പുരാൻ്റെ ഏറ്റവും പ്രശംസനീയയായ അമ്മേ സ്വസ്തി. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിശ്വസ്തയായ മണവാട്ടിയെ സ്വസ്തി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയും എൻ്റെ സ്നേഹനാഥയും എൻ്റെ അതിശക്തിയായ രാജ്ഞി, എൻ്റെ സന്തോഷമേ, എൻ്റെ മഹത്വമേ, എൻ്റെ ഹൃദയമേ, എൻ്റെ ആത്മാവേ, അങ്ങേക്ക് സ്വസ്തി. അങ്ങ് മുഴുവനും എൻ്റേതായത് കാരുണ്യത്താലാണല്ലോ. ഞാൻ പൂർണ്ണമായും അങ്ങയുടേതായതോ നീതിയാലും അത്രേ. പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി അങ്ങയുടേതായി മാറിയിട്ടില്ല. എനിക്കോ മറ്റുള്ളവർക്കോ ആയി ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്കിപ്പോൾ തരുന്നു. അങ്ങയുടേതല്ലാതെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണുന്നുവെങ്കിൽ അങ്ങ് അവയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എൻ്റേതായ എല്ലാറ്റിൻ്റെയും പരമാധികാരിയായ നാഥ, അങ്ങ് മാത്രമാകണമേ. ദൈവത്തിന് അഹിതമായി എന്നിലുള്ളവയെ നശിപ്പിക്കണമേ. വേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലാതാക്കണമേ. അങ്ങേക്ക് സന്തോഷം നൽകുന്നവയെ എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ. അങ്ങയുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരത്തെ തൂത്തെറിയട്ടെ. അങ്ങയുടെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യട്ടെ. എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെയും അങ്ങയുടെ ധ്യാനലീനത നിയന്ത്രിക്കട്ടെ. അങ്ങയുടെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. എൻ്റെ മന്നോഷ്ണാവസ്ഥയെയും അങ്ങയുടെ ആളിക്കത്തുന്ന സ്നേഹം ജ്വലിപ്പിക്കട്ടെ. എൻ്റെ പാപത്തിൻ്റെ ഇടങ്ങളിൽ അങ്ങയുടെ പുണ്യങ്ങൾ സ്ഥാനം പിടിക്കട്ടെ. അങ്ങയുടെ പുണ്യങ്ങൾ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് ദൈവത്തിരുമുമ്പിലുള്ള എൻ്റെ അലങ്കാരങ്ങൾ. അവസാനമായ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അങ്ങേക്ക് സാധ്യമെങ്കിൽ യേശുവിനെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയുവാൻ അങ്ങയുടെ അരൂപിയല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് അങ്ങയുടെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഉണ്ടാകാതിരിക്കട്ടെ. പരിശുദ്ധവും ഊഷ്മളവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ അങ്ങയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം ദൈവത്തെ സ്നേഹിക്കാൻ എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയപരമായ ഭക്തിയോ ആത്മീയ ആനന്ദങ്ങൾ പോലുമോ ഞാൻ ചോദിക്കുന്നില്ല. ദൈവത്തെ മുഖാഭിമുഖം കാണുകയും സ്വർഗീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക അങ്ങയുടെ അവകാശമാണല്ലോ. പുത്രന്റെ വലതുഭാഗത്ത് മഹത്വപൂർണയായി എഴുന്നള്ളി ഇരുന്നു കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചിൻ്റെയും മേൽ പരിപൂർണമായ ആധിപത്യം ഉറപ്പിക്കുക. അതും അങ്ങയുടെ അവകാശമാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ ദൈവത്തിന് എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുകയും അങ്ങയുടെ അവകാശം തന്നെ. ഇവയത്രേ ദൈവം അങ്ങേക്ക് തന്ന നല്ല ഭാഗം. അത്, ഓ സ്വർഗീയ മാതാവേ, അങ്ങിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല. ഈ ചിന്തയാൽ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. ഐഹിക ജീവിതത്തിൽ അങ്ങിൽ പ്രശോഭിച്ചവ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആത്മീയ സന്തോഷം കൂടാതെയുള്ള ആത്മാർത്ഥമായ വിശ്വാസം, മാനുഷിക സമാശ്വാസം തേടാതെ സന്തോഷപൂർവ്വം സഹനങ്ങൾ ഏറ്റെടുക്കുക, വിശ്വാസമന്യേ തന്നോട് തന്നെ മരിക്കുക, അങ്ങേക്ക് വേണ്ടി മരണം വരെ ഒരു വിനീത അടിമയെപ്പോലെ നിസ്വാർത്ഥമായും തീഷ്ണമായും അധ്വാനിക്കുക. ഇവ മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ. ഒരേ ഒരു അനുഗ്രഹമേ എനിക്ക് വേണ്ടൂ. അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തവയെല്ലാറ്റിനെയും ആമേൻ, അങ്ങനെ തന്നെ ആകട്ടെ എന്നും. അവിടുന്ന് സ്വർഗത്തിൽ ചെയ്യുന്നവയ്ക്കുമെല്ലാം ആമേൻ, അങ്ങനെ തന്നെ ആകട്ടെ എന്നും. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ, അങ്ങനെ തന്നെ ആകട്ടെ എന്നും. അങ്ങനെ ജീവിതകാലത്തിലും നിത്യത്വത്തിലും അങ്ങ് മാത്രം എന്നിൽ യേശുവിൻ്റെ പൂർണ്ണമായി മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമേൻ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, സ്വർഗസ്വനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ,
പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യപിതാവിന്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. മഹത്വത്തിന്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുക്കുമാരനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിന്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിന്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഏറ്റവും അനുസരണയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സമാധാനത്തിന്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ആയുസ്സിന് കാരണമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വേദസാക്ഷികൾക്ക് ശക്തി പകർന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വന്ദകരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങേ ഉയർപ്പിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമാ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരാനിരിക്കുന്ന വിധി ദിവസത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ ഈശോയെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സാപ്പൂപോലഴകുവീടും
ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഹൃദയം കൊണ്ട് ആരാധിക്കുന്ന കർത്താവേ, ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ, ഞങ്ങളുടെ ഏക രക്ഷകനാണെന്ന് ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഏറ്റുപറയുന്നു. ദൈവമേ, വഴിയും സത്യവും ജീവനും നീയാണെന്ന് ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഏറ്റുപറയുന്നു. കർത്താവേ, ഞങ്ങളുടെ സമർപ്പണത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ ഏക രക്ഷകനെന്ന് ഞങ്ങൾ ഹൃദയത്തിലും ആത്മാവിലും മനസ്സിലും ഏറ്റുപറയുന്നു. കർത്താവേ, നൂറ്റാണ്ടിൽ നിന്ദാസ് മർക്കോസിൻ മാളികയിൽ, ആദിമനൂറ്റാണ്ടിൽ നിന്ദാസ് മർക്കോസിൻ മാളികയിൽ, നിന്നാവി പകർന്നപ്പോ നിന്ദാസർ മധ്യത്തിൽ, നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ പരിശുദ്ധാത്മാഭിഷേകം ശക്തിയായ ചീടുക നിന്നെ ഇന്ന് ആത്മാവിൽ ആരാധിക്കാം. നിൻ ശക്തിയായ ചീടുക നിന്നെ എന്ന് പരിശുദ്ധാത്മശക്തി വ്യാപരിക്കട്ടെ. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹൃദയം കൊണ്ട് ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ അവിടുത്തെ ജനവുമാണ് കർത്താവേ. സർവത്തിന്റെയും സർവ്വമായവനേ, ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ, ഹൃദയം കൊണ്ട് ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ആത്മാവിൽ ഞങ്ങളെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, യേശുവേ, യേശുവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന കർത്താവേ, ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ഇടപെടലുണ്ടാകണമേ. ആരാധന, ആരാധന, ഏറ്റെടുക്കണമേ കർത്താവേ. ആരാധന.
ആരാധന യേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന. യോഹന്നാന്റെ സുവിശേഷം 14:6 ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയില്ല. വഴി. ദൈവമേ, എൻ്റെ ചുവടുകൾ നിന്നിലാകുന്നതിനായി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സത്യം, എൻ്റെ ജീവിതത്തിൻ്റെ ഏക സത്യം നീയായി തീരുവാൻ ദൈവമേ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയ വിചാരങ്ങൾ, എൻ്റെ മനോവ്യാപാരങ്ങൾ, എൻ്റെ നിലപാടുകൾ എല്ലാം നീ എന്ന ഏക സത്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാകുന്നതിനായി ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവൻ. ദൈവമേ, എൻ്റെ ഓരോ ഹൃദയമിടിപ്പും, എൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസവും, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഓരോ അടയാളങ്ങളും ദൈവമേ നിന്റെ മഹത്വത്തിനാകട്ടെ, നിന്നിലാകട്ടെ. നീ എന്നിൽ ചേർന്നാലേ എനിക്ക് ജീവനുള്ളൂ. ദൈവമേ, എൻ്റെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ, ഞാൻ നിന്നിലേക്ക് നടത്തുന്ന സമർപ്പണം, മാതാവിലൂടെ നിന്നിലേക്ക് ഞാൻ നടന്നെടുക്കുന്ന എൻ്റെ പരിശ്രമം ദൈവമേ അങ്ങ് സ്വീകരിക്കണമേ. ഒരുപാട് കുറവുകളുണ്ട് തമ്പുരാനെ. വചന കേൾവിയിലൂടെയും വിചിന്തനത്തിലൂടെയും ഈ ദിവസങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി കുറവുകളുണ്ട് തമ്പുരാനെ. ആകാശം ചായിച്ചിറങ്ങി വരണമേ. അങ്ങയുടെ വലിയ കാരുണ്യം ദൈവമേ, എൻ്റെ ഹൃദയത്തിൻ്റെ പരിമിതികൾ, കുറവുകൾ, പാപത്തോടുള്ള ചായ്വ് ദൈവമേ ഞാൻ കുമ്പസാരിച്ചൊരുങ്ങിയെങ്കിലും, എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞുവെങ്കിലും പലപ്പോഴും എൻ്റെ മനസ്സിൻ്റെ കടിഞ്ഞാൺ പൊട്ടിപ്പോകുന്നു. മനസ്സ് കാടുകയറുന്നു. എതിർചിന്തകൾ വീണ്ടും ഉടലെടുക്കുന്നു. പുണ്യങ്ങൾ അഭ്യസിക്കാൻ സാധിക്കുന്നില്ല. ദൈവമേ, നീ എൻ്റെ രക്ഷകനായി എനിക്കായി മരിക്കുമ്പോഴും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായി നീ എന്നിലേക്ക് വരുമ്പോഴും ദൈവമേ, ആ രക്ഷ സ്വീകരിക്കുന്നതിന് സാധിക്കാത്ത തരത്തിൽ ഒരുപാട് കുറവുകളുണ്ട്. കുരിശിന്റെ ചുവട്ടിൽ നീ രക്ഷകനായി എനിക്ക് വേണ്ടി മരിക്കുമ്പോൾ ആ രക്ഷ ആർജിച്ചെടുക്കുവാൻ, ആ രക്ഷ നഷ്ടപ്പെടുത്തിക്കളയാതെ എൻ്റെ ആത്മാവിൽ സ്വീകരിക്കുവാൻ, ഞാൻ നീതീകരിക്കപ്പെട്ടവനാകുവാൻ ദൈവമേ നിന്റെ രക്ഷ സ്വീകരിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ എൻ്റെ അന്തരാത്മാവിനെ ഞാൻ ഒരുക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം എനിക്ക് തരണമേ. പ്രിയപ്പെട്ടവരെ, ആദിമസഭയുടെ തുടക്കമെന്നത് ഒരു പ്രഘോഷണമാണ്, ഒരു നിലപാടാണ്. വഴിയും സത്യവും ജീവനും ഈശോയാണ് എന്ന് തലപോയാലും മാറ്റിപ്പറയാത്ത ഒരു സഭ. ആകാശത്തിന് കീഴെ മനുഷ്യന്റെ ഇടയിൽ രക്ഷയ്ക്ക് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് അപ്പസ്തോല പ്രവർത്തനം 4:11-12 ശിഷ്യന്മാർ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ജീവിതം പണയം വെച്ചിട്ടുള്ള പറച്ചിലാണ്. ലോകത്തിന്റെ അധികാരികൾ അവരെ കണ്ടപ്പോൾ ഭയപ്പെട്ടു. സാധാരണക്കാരായ മനുഷ്യർക്ക് അസാധാരണമായ ധൈര്യം എവിടെ നിന്ന്? തങ്ങളെ ഒരുപക്ഷെ കൊലപ്പെടുത്തിയേക്കാം എന്നുള്ള അധികാരത്തിലിരിക്കുന്ന, അത്രയും ധാർഷ്ട്യത്തിലിരിക്കുന്ന സിംഹാസനങ്ങളുടെ മുമ്പിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞു, ഭോഷന്മാരെ, നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ലിതാ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അവന്റെ നാമത്തിലാണ് ഞങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, രോഗികൾക്ക് സൗഖ്യം നൽകുന്നത്, പാപികളുടെ പാപം മോചിപ്പിക്കുന്നത്. ഈ കണ്ട മനുഷ്യന് അഗ്രാഹ്യമായ സകല പ്രവർത്തികളും ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്.
അവന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ സംഭവിക്കുന്നു. യേശുവാണ് ഏക രക്ഷകൻ. ദൈവമേ, ആദിമസഭ വലിയ വില കൊടുത്തു. ഞങ്ങളോ ചെറിയ ലാഭത്തിന് വേണ്ടി ഞങ്ങളുടെ നടപ്പിലും എടുപ്പിലും നിലപാടിലും പ്രവൃത്തിയിലുമൊക്കെ എത്ര തവണ നിന്നെ തള്ളിപ്പറയുന്നു. മാപ്പപേക്ഷിക്കുന്ന ദൈവമേ, നീ ഏക ദൈവമാണ് എന്ന് പലപ്പോഴും എൻ്റെ ജീവിതം കൊണ്ട് പറയാത്ത തരത്തിൽ ഞാൻ നിന്റെ അനുയായിയാണ്, ഒരു ക്രിസ്തീയ വിശ്വാസിയാണ് എന്ന് പോലും പ്രകടമായ ഒരു അടയാളമില്ലാത്ത തരത്തിൽ ഞാൻ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, ഞാൻ കർത്താവെ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളാതിരിക്കുമ്പോൾ, പരിശുദ്ധ വചനം കയ്യിൽ ഏന്തുന്നതോ കേൾക്കുന്നതോ അതിന് സാക്ഷിയാകുന്നതോ പോലും എനിക്ക് അപമാനകരമായി തോന്നിയിട്ടുള്ള സമയങ്ങളുണ്ട്. ദൈവമേ, ഞാൻ മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, മറ്റാരിലും രക്ഷയില്ല എന്ന് എനിക്ക് ബോധ്യം ലഭിക്കുമ്പോഴും മർദ്ദകരുടെ മുൻപിൽ, എന്നെ കളിയാക്കുന്നവരുടെ മുൻപിൽ, ലോകത്തിന്റെ ഫാഷൻ എന്ന് കരുതി ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു സമൂഹം, വലിയൊരു ദൈവവിശ്വാസം ഈ കാലഘട്ടത്തിൽ അപമാനമായി കരുതുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ പല കാര്യങ്ങളിലും ഞാൻ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. തീർത്ഥാടനത്തിന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ അത് തന്ത്രപൂർവം ആഘോഷത്തിന്റെ യാത്രയാക്കി മാറ്റുന്നവരുടെ ഇടയിൽ ഞങ്ങളും അതിനോട് കൂട്ടുചേരാറുണ്ട്. ദേവാലയ പരിസരങ്ങൾ അലങ്കോലപ്പെടുത്തുന്ന ആഘോഷങ്ങളും കെട്ടുകാഴ്ചകളും അവിടെ നടക്കുമ്പോൾ ഞങ്ങളും നിശബ്ദമായി സഹകരിക്കാറുണ്ട്. ദൈവമേ, നീ ഏക രക്ഷകനായി നിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന ഇടങ്ങളിൽ ഒരുപക്ഷെ കച്ചവടം നടത്തപ്പെടുമ്പോൾ പോലും ഞങ്ങൾ അതിനോട് സഹകരിച്ച് നിന്നു പോകാറുണ്ട്. നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ചെറിയ ലാഭത്തിന് വേണ്ടി, ചെറിയ കൂട്ടിനു വേണ്ടി ദൈവമേ, ഞങ്ങൾ ആദിമ സഭയെ മറന്നു പോകാറുണ്ട്. ജീവനോടെ ഇരുമ്പ് ചൂളയിൽ പൊരിക്കപ്പെട്ട ജീവിതങ്ങളെ ഞങ്ങൾ മറന്നു പോകാറുണ്ട്. അറക്കവാളിന് രണ്ടായി അറുത്ത് പിളർക്കപ്പെട്ട ജീവിതങ്ങളെ ഞങ്ങൾ മറന്നു പോകാറുണ്ട്. തീപ്പന്തങ്ങളായി വഴിയോരങ്ങളിൽ കത്തി നിർത്തപ്പെട്ട ജീവിതങ്ങളെ ഞങ്ങൾ മറന്നു പോകാറുണ്ട്. സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ട് കിരാതമായ പീഡകൾക്ക് അടിപ്പെട്ട ആദിമസഭയിൽ യേശു ഏക രക്ഷകനെന്ന് സാക്ഷ്യപ്പെടുത്തിയതിന്റെ പേരിൽ ഞങ്ങൾ ഒരു കാരണവശാലും അതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ കൂട്ടം കൂട്ടമായി സിംഹത്തിന്റെ മടയിലേക്കും മറ്റു വന്യജീവികളുടെ ക്രൂര പീഡനങ്ങൾക്കും ഏൽപ്പിക്കപ്പെട്ട ഒരു വിശ്വാസ സമൂഹത്തെ ഞങ്ങൾ മറന്നു പോകാറുണ്ട്. ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലും എടുപ്പിലും മട്ടിലും ഭാവത്തിലും സംസാരത്തിലും യേശു ഏക രക്ഷകനെന്ന് തങ്ങളുടെ വസ്ത്രം കൊണ്ട്, ഉത്തരീയ ഭക്തി കൊണ്ട്, ജീവിതത്തിന്റെ സാക്ഷ്യം കൊണ്ട് പറഞ്ഞു നടന്നിരുന്ന ഒരു തലമുറ ഇന്ന് അന്യം നിന്ന് പോകുമ്പോൾ, ദൈവമേ, അവരെ എല്ലാം ഞങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ഒരു ജപമാല ധരിക്കുവാനോ, ദൈവമേ നീ എന്റെ നാഥനാണ് എന്ന് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അടയാളം കൊണ്ടു നടക്കുവാനോ, അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനോ പോലും എനിക്ക് ജാള്യത തോന്നാറുണ്ട്. എന്റെ രക്ഷക, രക്ഷ സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ലോകത്തിന്റെ അരൂപിക്കടിപ്പെട്ട് ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി നിന്നെ തള്ളിപ്പറയുന്ന ഒരു ജീവിതം എൻ്റെ അന്തരാത്മാവിലുണ്ട്. പുറമേ പറഞ്ഞില്ലെങ്കിലും ഞാൻ ഒഴിഞ്ഞു മാറി ഒരു കള്ളക്കളി നിന്റെ മുൻപിൽ സത്യമായും കളിക്കുന്നുണ്ട്. കർത്താവേ, യേശു ഏക രക്ഷകനെന്ന് തലപോയാലും പറയുവാൻ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമം എൻ്റെ രക്ഷയ്ക്കില്ല എന്ന് ജീവിതം കൊണ്ട് പറയുവാൻ ദൈവമേ എന്നെ ബലപ്പെടുത്തണമേ. അമ്മയുടെ കൈപിടിച്ച് കുരിശിൻ ചുവട്ടിലേക്ക് ശക്തമായി നടന്നെടുക്കുവാൻ എനിക്കൊരു ആത്മധൈര്യം നൽകണമേ. യേശുനാമമല്ലാതെ വേറെ നാമം രക്ഷിക്കാൻ
എൻ്റെ വീണ്ടെടുപ്പുകാരാ, എൻ്റെ രക്ഷക. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, Mighty name. യേശുനാമമല്ലാതെ, സർവശക്തന്റെ നാമം, യേശുനാമമല്ലാതെ. പിശാചുകൾ വിറകൊള്ളുന്ന നാമം, ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ല, എൻ്റെ രക്ഷയുടെ നാമം. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, എൻ്റെ രക്ഷക, യേശുനാമമല്ലാതെ, യേശുനാമം. യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ല, പിശാചുകൾ വിറച്ചോടുന്ന നാമം, യേശു എന്ന നാമം. യേശുനാമമല്ലാതെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ, നടക്കുന്ന വഴികളിലൊക്കെ ഈശോ ഈശോ എന്ന് പറഞ്ഞ് ജീവിക്കുവാൻ കഴിഞ്ഞ തലമുറയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ നാമം ദൈവമേ ഞങ്ങളുടെ നാവിൽ നിന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. ഞങ്ങൾ കേൾക്കുന്നതും പറയുന്നതുമൊക്കെ വിലകെട്ടതാണ് ദൈവമേ. വിലകെട്ടത് സംസാരിച്ച് എൻ്റെ നാവ് ദുഷിച്ചു പോയിട്ടുണ്ട്, ഹൃദയം ദുഷിച്ചു പോയിട്ടുണ്ട്. യേശു നാമത്തെ പ്രഘോഷിക്കുവാൻ, അങ്ങയുടെ സ്തുതികീർത്തനങ്ങൾ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ എൻ്റെ നാവ് അങ്ങയുടേതുപോലെ ആക്കണമേ. മറ്റൊരുവനിലും രക്ഷയതില്ല, യേശുവിലല്ലാതെ. അങ്ങയിൽ മാത്രം ഏകരക്ഷകനവനല്ലോ, യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം. നിത്യരക്ഷ യേശുവേ, അങ്ങിലല്ലാതെ മറ്റാരിലും രക്ഷയില്ല എന്ന് ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, കർത്താവേ, എന്നെ താങ്ങണമേ. കർത്താവേ, നിത്യരക്ഷ വരിച്ചിടാം. കർത്താവേ, ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശു നാമത്തിൽ, യേശുനാമമല്ലാതെ. വലിയ വീണ്ടെടുപ്പിന്റെ നാമം, എന്റെ രക്ഷയുടെ നാമം. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹൃദയത്തിൽ നിന്ന് അനുദപിക്കാം. പലപ്പോഴും ഒരു ക്രിസ്ത്യാനി ആയിരുന്നിട്ടും അന്യദൈവ ആരാധന, എൻ്റെ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ ഞാൻ എവിടെയെല്ലാം നടന്നിട്ടുണ്ടാവും. ഒരു പക്ഷേ അമിതമായി എനിക്ക് ഭാവി അറിയാനുള്ള താല്പര്യം കൊണ്ട് എന്തെല്ലാം ജാലവിദ്യകളുടെ പുറകെ ഞാൻ പോയിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ മറ്റ് കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് ഒളിഞ്ഞും തെറിഞ്ഞും ഞാൻ കൊണ്ടു നടക്കാറുണ്ട്. ഒരു വീട് പണിയുന്നതിനാണെങ്കിൽ പോലും, ഒരു കാര്യം ചെയ്യുന്നതിനാണെങ്കിൽ പോലും ഞാൻ സമയവും മുഹൂർത്തവും നോക്കി ദൈവമേ, ഞാൻ പല കാര്യങ്ങളിൽ അന്ധവിശ്വാസങ്ങളിൽ വീണുപോയിട്ടുണ്ട്. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി ഞാൻ മറന്നു പോകുന്ന ജീവിതം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, പലപ്പോഴും എൻ്റെ നേർച്ച കാഴ്ചകൾ നിനക്കല്ലാതെ രഹസ്യമായി ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമൊക്കെ വലിയ അന്ധവിശ്വാസത്തിൻ്റെ കെട്ടുകളിലേക്ക് പോയിട്ടുണ്ട്. അന്യദൈവ ആരാധന ഒരു ഹൃദയത്തിന് ചാഞ്ചല്യവും കൂടാതെ ഞാൻ നടത്തിയിട്ടുണ്ട്. കർത്താവേ, ഞാൻ അനുദപിക്കുന്നു. മന്ത്രവാദം ഞാൻ നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ മന്ത്രവാദത്തിന്റെ ചരടുകൾ ഞാൻ കെട്ടിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ വലിയ അന്ധവിശ്വാസം മന്ത്രച്ചരട് പോലെ എൻ്റെ ഹൃദയത്തെ മുറുങ്ങി വരിച്ചിട്ടുണ്ട്. കർത്താവേ, അതിനെ കുറിച്ച് ഓർത്ത് ഞാൻ അനുദപിക്കുന്നു. വഴിയും സത്യവും ജീവനും യേശു മാത്രമല്ലയോ, ഹൃദയത്തിൽ നിന്ന് വിളിച്ചേ ഈശോ. താതൻ അരികിൽ ചെല്ലാനുള്ളൊരു വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശു. വഴിയും സത്യവും ജീവനും യേശു മാത്രമല്ലയോ, പരമേക മധ്യസ്ഥൻ ഈശോ. താതനരികിൽ ചെല്ലാനുള്ളൊരു വഴിയല്ലോ യേശു, ഏക വഴിയല്ലേ ഏക വഴിയല്ലോ യേശു, ഈശോ. ഏക വഴിയല്ലോ യേശു. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ല, യേശുനാമമല്ലാതെ, ഈശോ. യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ.
യേശുനാമമല്ലാതെ 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 യേശുനാമമല്ലാതെ. അലഞ്ഞു നടക്കുന്ന ആടുകളെ പോലെയായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. 1 പത്രോസ് 2:24-25. കർത്താവേ, ഞങ്ങൾക്കുള്ള ഒരു വലിയ ബലമായി നിന്റെ നാമം മാറിയിരിക്കുന്നു, നിന്റെ സാന്നിധ്യം മാറിയിരിക്കുന്നു. ഞങ്ങളുടെ ഈ സമർപ്പണം ദൈവമേ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഞങ്ങൾ നടത്തുന്ന ഈ സമർപ്പണം ഞങ്ങൾക്കൊരു ബലമായി തീരുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ ഭോജനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്